നമ്മുടെ ടൗൺഷിപ്പിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൽപ്പറ്റ MLA കൂക്കി എന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹം വളരെ വലിയ PR വർക്കുമായിട്ട് ഇപ്പൊ ഇറങ്ങിയിരിക്കുകയാണ്. അദ്ദേഹത്തെ വെളുപ്പിച്ചെടുക്കാനുള്ള ശ്രമം നടക്കുകയാണ്. ഞാൻ ഈ കൂക്ക് വിളിക്കുന്നതിനോട് യോജിപ്പുള്ള ആളല്ല. കൂക്ക് വിളിക്കുക, അക്രമം നടത്തുക തുടങ്ങിയ കാര്യങ്ങളല്ല ജനാധിപത്യത്തിന്റെ മാർഗം എന്ന് പറയുന്നത്. അവിടെ ആശയങ്ങൾ കൊണ്ട് സംവദിക്കുകയും നേരിടുകയും പ്രവർത്തിച്ച് വിജയിച്ച് മുന്നേറുകയും ചെയ്യുന്നതാണ് രാഷ്ട്രീയ പ്രവർത്തനം, ജനാധിപത്യ രീതി. അതാണ്. അല്ലാതെ കൂക്ക് വിളിക്കുക, പിന്നെ അത്തരത്തിൽ ആക്രമണം നടത്തിയ ആളുകളെ മേൽ കയ്യൂക്കൊണ്ട് ആധിപത്യം സ്ഥാപിക്കുക ഒന്നുമല്ല. പക്ഷേ ഏതായാലും ഇവിടെ സംഭവിച്ച വിഷയം അതൊന്നുമല്ല. ഇതിപ്പോ MLA വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി പറഞ്ഞ കാര്യമാണ്. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യര്, ആ മനുഷ്യർക്ക് അവർക്കുണ്ടാവുന്ന പച്ചയായ മനുഷ്യന്റെ വികാര പ്രകടനമാണ് സത്യത്തിൽ അവിടെ കണ്ടത്. നമുക്ക് ഒന്നിനും കഴിയില്ലെങ്കിൽ നമുക്ക് കഴിയുന്ന രീതിയിൽ പ്രതികരിക്കുമല്ലോ. ആ പ്രതികരണമാണ് സത്യത്തിൽ അവിടെ ഉണ്ടായത്. കൽപ്പറ്റ MLA ഈ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട നിലപാടുകൾ നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഈ ടൗൺഷിപ്പിന്റെ തുടക്കം മുതൽ അതിന് CMDRF ഫണ്ട് കൊടുക്കരുതെന്ന നിലപാട് അദ്ദേഹം സ്വീകരിച്ചു. അദ്ദേഹം കൽപ്പറ്റയുടെ MLA ആണല്ലോ. ഈ തറക്കല്ലിട്ട അന്ന് അവിടുന്ന് ഇറങ്ങിപ്പോയ ശേഷം കഴിഞ്ഞ ഒരു വർഷമായി അവിടെ നടക്കുന്ന പ്രവൃത്തിയിൽ എന്തെങ്കിലും ഒരിക്കൽ അദ്ദേഹം കയറി നോക്കിയിട്ടുണ്ടോ? ഏറ്റവും ഒടുവിൽ കോൺഗ്രസിന്റെ ഭവന പദ്ധതിക്ക് തറക്കല്ലിടാനോ ഭൂമി കണ്ടെത്താനോ സാധിക്കാതെ വന്ന ഒരു വലിയ വിവാദം കത്തി നിന്നപ്പോഴാണ് അദ്ദേഹം കുറച്ച് ആളുകളെയും കൂട്ടിയിട്ട് ആ ഭൂമിയിലേക്ക് കടന്നു വരുന്നത്. അതുവരെ ആ ബൈപ്പാസ് റോഡിലൂടെ പോകുന്ന അദ്ദേഹം പോലും അങ്ങോട്ട് കയറി പോലും നോക്കാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ആ മനുഷ്യന് സ്വാഭാവികമായിട്ട് ദുരന്തബാധിതരായ ആളുകളും ഇത് കണ്ടു നിൽക്കുന്ന വയനാട്ടുകാരായ ആളുകളും പുറമേയുള്ള ആളുകളും എല്ലാ ജില്ലയ്ക്കും ആരും ആവട്ടെ കണ്ടു നിൽക്കുന്ന ആളുകൾ അവർക്കെല്ലാവർക്കും മനസ്സിനകത്ത് ഇത് ചെയ്ത് ശരിയല്ല എന്നൊരു വികാരം ഉണ്ടാവും. ഇതിനൊക്കെ പുറമെ ഏറ്റവും ഒടുവിൽ അദ്ദേഹം ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഭവന പദ്ധതിയുടെ തറക്കല്ലിടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പത്രസമ്മേളനം വിളിച്ചു ചേർത്തപ്പോ അദ്ദേഹം പത്രക്കാരുടെ മുമ്പിൽ പറഞ്ഞത് സർക്കാർ ഇപ്പോ തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടുകൊണ്ട് ഇവർക്ക് വീട് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊക്കെ ഈ സമയത്ത് മാറ്റിവെക്കണം എന്ന രീതിയിലേക്കുള്ള ഒരു പ്രസ്താവനയുമായി ആയിട്ട് മുമ്പോട്ട് വന്നു. നിങ്ങൾ ഇന്നലെ കണ്ടല്ലോ, അവിടെ പൊട്ടിക്കരയുന്ന ആ അമ്മമാരെ, ആ ചേച്ചിമാരെ നിങ്ങൾ കണ്ടില്ലേ? അവർക്കൊക്കെ എല്ലാ ഉറ്റവരും ഉടവരും നഷ്ടപ്പെട്ടവരുണ്ട്. തന്റെ പിഞ്ചു കുഞ്ഞിനെപ്പോൾ നഷ്ടപ്പെട്ട ആളുകളുണ്ട്. അവരെന്താ പറഞ്ഞത്? അവിടെ ഒരു അമ്മ നമ്മളോട് എന്താ പറഞ്ഞത്? എന്റെ മകൾക്ക് പകരമാണ് എനിക്ക് വീട്, ഞാൻ എന്റെ മകളെയാണ് ഈ വീടായിട്ട് കാണുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ റവന്യൂ മന്ത്രിയെ കെട്ടിപ്പിടിച്ച് കഴിയുന്ന അവസ്ഥയുണ്ടായി. ഈ പച്ചയായ മനുഷ്യർക്ക് അവരത്രയും ആഗ്രഹിച്ച് അവർക്ക് ഇനി ഒരു അത്താണിയായിട്ട് അവർ കരുതുന്നത് ആ വീടിനെയാണ്. അങ്ങനെ ചേർത്ത് സർക്കാർ പിടിക്കുമ്പോൾ ആ നൽകുന്ന വീട് പോലും മാറ്റിവെക്കണമെന്ന് ഒരു MLA 2 ദിവസം മുമ്പ് പറയുമ്പോൾ ഇത് കണ്ടു നിന്ന മനുഷ്യർ പ്രതികരിക്കൂലേ? പ്രതികരിച്ച തെറ്റാണോ പ്രതികരിക്കുന്നത്? പച്ചയായ മനുഷ്യന്റെ ഉള്ളിൽ ഇപ്പൊ രാഷ്ട്രീയ പക്വതയുള്ള വലിയ വലിയ നേതാക്കന്മാർ പ്രതികരിക്കുമ്പോഴല്ല, സാധാരണക്കാരായ മനുഷ്യന്റെ പ്രതികരണമാണ് ഉള്ളത്. പ്രിയപ്പെട്ട MLA പറയാനുള്ളത്, അങ്ങ് CMDRFന്റെ പണം നൽകുന്ന അന്ന് തുടങ്ങി ഈ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ രീതിയിൽ അങ്ങ് ഓപ്പോസിറ്റ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് ജനത്തിന് ബോധ്യമുണ്ട്. അത് ഏറ്റവും ഒടുവിൽ ഈ സംഭവമുണ്ട്. നിങ്ങൾ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്ന നേതാവിനെ മാതൃകയാക്കണം. ആ മനുഷ്യന്റെ വാക്കുകൾ നിങ്ങൾ കണ്ടില്ലേ? എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ ഇത്ര മോശമായി പറഞ്ഞതിന് പിറ്റേ ദിവസം പത്രക്കാർ അദ്ദേഹത്തെ കണ്ടപ്പോ, മുസ്ലിം ലീഗിന്റെ വീട്ടിൽ കൈമാറുന്ന ചടങ്ങിന് മുന്നോടിയായിട്ട് അദ്ദേഹത്തെ കണ്ടപ്പോ അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതൊന്നുമല്ല, ഞങ്ങൾ കുറച്ച് വീടേ കൊടുക്കുന്നുള്ളൂ, സർക്കാർ ഒരുപാട് വീട് കൊടുക്കുന്നുണ്ട്, ഇത് നമ്മുടെ പദ്ധതിയാണ്, നമ്മൾ അതിനെ ചേർത്ത് പിടിക്കണം, നമ്മൾ അതിന്റെ കൂടെയാണ്. ഞങ്ങളുടെ ഭവന പദ്ധതിക്കടക്കം നിങ്ങൾക്ക് നേരത്തെ അറിയാലോ, മുസ്ലിം ലീഗിന്റെ ഭവന പദ്ധതിയിൽ ഭൂമിയുടെ പേരിൽ ചില ആക്ഷേപങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു. ആ ഭൂമിയുടെ പേരിൽ വേറെയുള്ള കാര്യങ്ങളല്ല, അത് തോട്ടം ഭൂമിയാണെന്നുള്ളത്. സർക്കാർ ആ തോട്ടഭൂമി തരം മാറ്റി കൊടുത്തു. അപ്പൊ അങ്ങനെ അവരെപ്പോഴും ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അപ്പൊ അത് വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കുഞ്ഞാലൂർ സാഹിബിന്റെ ആ മഹത്തായ നിലപാട് നിങ്ങൾ അവരെ കണ്ട് മാതൃകയാക്കണം. പ്രതിപക്ഷ ഉപനേതാവിനെ മാതൃകയാക്കാൻ വേണ്ടിയിട്ടും എങ്ങനെയാണ് മാന്യമായി പെരുമാറേണ്ടത്, എങ്ങനെയാണ് ഒരു പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഭരണപക്ഷത്തിന്റെ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കാവേണ്ടതെന്ന് അദ്ദേഹത്തെ കണ്ട് പഠിക്കാൻ കൽപ്പറ്റ MLA തയ്യാറാവണമെന്നാണ് അങ്ങയോട് ദയനീയമായി അഭ്യർത്ഥിക്കാനുള്ളത്.